സ്ഥിരമായി ഓഫീസിലേക്ക് പോകുന്ന വഴി മറക്കുക, വൈകുന്നേരം വാങ്ങിക്കേണ്ട വെജിറ്റബിൾസ് സമയം തെറ്റി രാവിലെ വാങ്ങിക്കുക, ഓടിച്ചുകൊണ്ട് വന്ന സ്കൂട്ടർ മറന്ന് ഓട്ടോറിക്ഷയിൽ പോവുക, ഓഫീസിലിരിക്കുമ്പോൾ അത് വീടാണെന്ന് തോന്നി ബിഹേവ് ചെയ്യുക. ഈ കാരണങ്ങളൊക്കെ മതി ഒരാളുടെ രോഗം തീരുമാനിക്കപ്പെടുവാൻ. ചോറുണ്ടില്ലല്ലോ, പോയി ചോറ് വിളമ്പച്ച്. ചോറുണ്ടില്ല. ആര് പറഞ്ഞു ചോറുണ്ടല്ലെന്ന്? ഞാനല്ലേ ചേട്ടന് വിളമ്പി തന്നെ. ഒന്ന് ഓർത്ത് നോക്കിയേ, നെയ്യും പുഴുക്കും ഒക്കെ കഞ്ഞിയിലിട്ട് ഇളക്കി ഇപ്പൊ കഴിച്ചു തോർക്കുന്നില്ലേ? ചോറുണ്ടില്ലല്ലോ. ചോറുണ്ടോ? ഉണ്ടില്ലെന്നൊക്കെ ചേട്ടന് വെറുതെ തോന്നുന്നതാ. ദാ ഇത് ഉണ്ടിട്ട് കഴിക്കേണ്ട ഗുളികയാ. വാ വിളിച്ചേ. ആ വാ. ഞാൻ പറഞ്ഞത് അറിയത്തില്ല. മാറിപ്പോന്നുണ്ടോ? പറയുന്നത് മാറിപ്പോന്നുണ്ടോ? സാരില്ല, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കണം. മിണ്ടാണ്ടിരിക്കുമ്പോഴാ കുഴപ്പം. സാധാരണ വാർദ്ധക്യ കാലങ്ങളിലാണ് ഇത്തരം ഓർമ്മക്കുറവുകളൊക്കെ. വളരെ ചുരുക്കം ചിലരിൽ ചെറുപ്പത്തിലെ ഇതിന്റെ ലക്ഷണം കണ്ടുവരാറുണ്ട്. ഇതിനെ പ്രീ സിനാൽ അൽസൈമേഴ്സ് ആണ് വിളിക്കാറ്. ഹലോ അങ്കിൾ. ഹലോ. ഇവരൊക്കെ ആരാന്ന് മനസ്സിലായോ? തന്റെ ഓർമ്മകൾ ഓരോന്നായി തന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് ആദ്യകാലങ്ങളിൽ രോഗിയിൽ കൂടുതൽ പരിഭ്രമങ്ങളും വെപ്രാളവും ആദ്യമൊക്കെ ഉണ്ടാക്കും. അത് മനസ്സിലാക്കാത്ത സാധാരണക്കാരായ നമ്മളൊക്കെ രോഗിക്ക് ഭ്രാന്താണെന്ന് വരെ തെറ്റിദ്ധരിക്കും. ഈ രോഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രോഗിക്കല്ല ചികിത്സ വേണ്ടത്, രോഗിയെ നോക്കുന്ന ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കുമാണ്. കാരണം ഈ രോഗം കൊണ്ടുണ്ടാകുന്ന വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ രോഗിയല്ല അനുഭവിക്കുന്നത്, രോഗിയെ ശുശ്രൂഷിക്കുന്നത് നമ്മളാണ്. ബ്രെയിനിനെ കുറിച്ചും അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചും പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്രവർത്തിക്കാതിരിക്കുമ്പോഴുള്ള അവസ്ഥയും. തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ ദൈവം തന്ന ജീവന്റെ വലിപ്പം അറിയൂ. റൊണാൾഡ് റീഗൻ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ അൽഷൈമേഴ്സ് പേഷ്യൻ. 30 ലക്ഷത്തിലധികം ആൾക്കാർ ഇന്ത്യയിൽ മാത്രം ഈ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. ഒരുമിച്ചിങ്ങനെ യാത്ര പോയിട്ട് പിരിയുമ്പോൾ പ്രിയപ്പെട്ടവർക്കൊരു ടാറ്റ നൽകാൻ പോലും കഴിയാതെ ജീവനുള്ള ശരീരം മാത്രം നമുക്ക് തന്നിട്ട് പോകുന്ന മനസ്സിന്റെ ഒരു മടക്ക യാത്ര. അമ്മേന്ന് നമ്മൾ കരഞ്ഞുകൊണ്ടാണ് വിളിക്കാൻ പഠിക്കുന്നത്. ഇങ്ങനെ കണ്ടും കേട്ടും പഠിച്ചുമൊക്കെ നേടിയെടുത്ത അറിവുകളും സ്ഥാനമാനങ്ങളും ബുദ്ധിയുമൊക്കെ നമ്മളറിയാതെ ഒരു ദിവസം അങ്ങ് തിരിച്ചെടുക്കുക. ഈ കടല് തിരികെ വിളിക്കുന്നത് പോലെ അവസാനം പഠിച്ചത് ആദ്യവും, ആദ്യം പഠിച്ചത് അവസാനവുമായി മറന്നു പോവുക. 100, 99, 98, 97, 96 ലൈക്ക് ദാറ്റ്. ജരാനരകൾ ബാധിച്ച വാർദ്ധക്യത്തിൽ നിന്നും ശൈശവത്തിലേക്കുള്ള മടക്കയാത്ര. ശിശുവിനെ പോലെ ജീവിച്ച് ബ്രഹ്മത്തിലേക്കെത്തുന്ന മോക്ഷപ്രാപ്തി.